സ്റ്റുഡൻറ്റിൽ നിന്ന് ടീച്ചറിലേക്കുള്ള ട്രാൻസിഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് B2 ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് ആഷിഖ്. ഞാൻ വരുന്നത് കായംകുളത്ത് നിന്നാണ്. അപ്പോൾ A1 മുതൽ B2 വരെ ഞാൻ ജർമ്മൻ പഠിച്ചത് എഡ്യൂഫ്ലെയർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ഡേയ്സേ ആയിട്ടുള്ളൂ ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ സ്റ്റുഡൻറ്റിൽ നിന്ന് ടീച്ചറിലേക്കുള്ള ട്രാൻസിഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, പഠിപ്പിക്കുന്ന പോർഷൻസ് അതൊന്ന് പഠിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പഠിപ്പിക്കണം. പിന്നെ ഇവിടെ ഫാക്കൽറ്റീസ് 3 മണിക്കൂർ പഠിച്ചിട്ട് അവസാനത്തെ ഒരു അവറാണ് നമുക്ക് ടീച്ച് ചെയ്യാനുള്ളത്. ELSP അവർ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അവരെ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്ത് ലേണിംഗ് കുറച്ച് രസമാക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ഫാക്കൽറ്റീസിലൂടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് തന്നെ അസിസ്റ്റന്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം അശ്വിൻ സാറായാലും ദിൽന സാറായാലും അഫ്ല സാറായാലും അവരുടെയൊക്കെ ഒരു ലാസ്റ്റ് അവറാണ് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ സമയം. അപ്പോൾ ആ അവറൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് B2 ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ A1 തൊട്ടേ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ B2 ഭയങ്കര ഈസി ആയിരിക്കും. A1 നൗൺസ് ആയാലും അതിൻ്റെ ആർട്ടിക്കിളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാറുമാരുടെ അടുത്ത് അപ്പം തന്നെ ചോദിക്കുക. നെവർ സ്ലീപ്പ് വിത്ത് ദ ഡൗട്ട് എന്നാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് B2 ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. EduFlair, education driven by passion.